നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിക്ക് കീഴിലെ തെരുവോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികൾ ആരംഭിച്ചു. ഇന്ന് രാവിലെ വൻ പോലീസ് സന്നാഹത്തോടെയാണ് നടപടികൾക്ക് തുടക്കമായത്. പ്രധാനമായും നെയ്യാറ്റിൻകര ബോയ്സ് ഹൈസ്കൂളിന് മുന്നിൽ മുതൽ ഗേൾസ് ഹൈസ്കൂൾ വരെയുള്ള പ്രദേശത്തെ കച്ചവടക്കാരെയാണ് ഒഴിപ്പിച്ചത്. വൺ വേ ഉൾപ്പെടെയുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടാകുമ്പോൾ തെരുവ് കച്ചവടക്കാർ കാരണം വൻ ഗതാഗത കുരുക്കുണ്ടാകുന്നു എന്ന് മുനിസിപ്പാലിറ്റി അറിയിച്ചു. സാറേ എനിക്കറിയാം മാറ്റല്ലോ. പറയാനുള്ള വേഷം പറഞ്ഞു. ഒരുപാട് ഓവർഷൈൻ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ കച്ചവടക്കാരെ സ്ഥലമൊഴിയണമെന്ന് അറിയിച്ചെങ്കിലും പലരും ഇന്ന് രാവിലെയാണ് അറിഞ്ഞതെന്ന ആക്ഷേപവും ഉന്നയിച്ചു. ചിട്ടിക്കാരടുത്ത് ഞങ്ങൾ ചിട്ടി ബ്ലൈഡ് എടുത്താണ് ഞങ്ങൾ ഈ സാധനം എല്ലാം വാങ്ങിച്ചിടുന്നത്. അപ്പോൾ ഇത് വിറ്റ് ചിട്ടിക്കാർക്ക് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഞങ്ങളെ വന്ന് ചോദിക്കില്ല. ഞങ്ങൾ അടുത്ത് സാധനം എടുക്കുകയും വേണ്ട. അടുത്ത് നമുക്ക് സാധനം എടുക്കണമെങ്കിൽ നമുക്ക് കാശ് വേണമല്ലോ. അപ്പം നമുക്ക് വേണ്ട. അപ്പം ഇത്രയും ഞങ്ങൾ വിറ്റിട്ട് 2 മാസം ഓണം വരെ നമുക്ക് സമയം തന്ന് ചോദിച്ചിട്ട് അവർ അനുവദിച്ചില്ല. അത്രയും ദിവസം എന്നാൽ ഞങ്ങൾ ഇനി ഈ സാധനമൊക്കെ കൊണ്ട് എവിടെ ഇടുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അത്ര കടത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് കാശില്ലെന്ന് പറഞ്ഞ് ഈ ബ്ലൈഡുകാരൊന്നും ഞങ്ങളെ വെറുതെ ഇടത്തില്ല. അങ്ങനെയാണ് അവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയണത് ഇത്രയും സാധനങ്ങൾ വിലയിട്ടെടുത്തിട്ട് ഞങ്ങൾക്ക് ഒരുപാടൊന്നും വേണ്ട. ഒരു ദിവസം 500 രൂപ വെച്ച് ഇവിടെ ഒരുപാട് ഓഫീസുകൾ ഇരിക്കുന്നല്ലോ. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഓഫീസുകളാണ്. അവിടെ എല്ലാം ജോലിക്ക് ആളില്ല, ഒരു വൃത്തിയില്ല, ഒന്നുമില്ല. അതിൻ്റെ അകത്ത് ഫുള്ള് അഴുക്കും മണ്ണും എല്ലായിട്ട് നിറഞ്ഞു കിടക്കുന്നു. അവിടെ നമുക്ക് ഒരു 500 രൂപ വെച്ച് ജോലി തരട്ട് ഞങ്ങൾ പോയി ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ ഇട്ട് ഈ സാധനം അവർ വിലയിട്ടെടുക്കണം. ഇത്രയും സാധനം അവർ വിലയിട്ടെടുക്കണം. ഞങ്ങളടുത്ത് അവിടെ ഒരു കുഴിയിനകത്താണ് പോയി. അവിടെ ആരുമില്ല, ഒരു മനുഷ്യരവിടെ വരത്തില്ല. അവിടെ ഞങ്ങൾ ഈ സാധനം കൊണ്ടുവച്ചോണ്ട് അവിടെ ഇരിക്കാൻ. ഞങ്ങൾ ഇത് വിൽക്കാൻ വേണ്ടിയാണ് വരുന്നത്. ചുമ്മാ ഞങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ വീട്ടിൽ ഇരിക്കാം. അവിടെ പോയി രാവിലെ വന്ന് തുറന്നു വെച്ചോണ്ട് നമ്മൾ ചുമ്മാ ഇരിക്കണം. ഒരു മനുഷ്യർ പോലും വന്ന് എന്തെന്ന് ചോദിക്കാൻ പറ്റാത്ത ഒരു സ്ഥലം ഒരു കുഴിയിനകത്താണ്. അവിടെയാണ് ഞങ്ങളടുത്ത് ഇപ്പോൾ പോകാൻ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ ഒന്നും പോകാൻ ഒരു താല്പര്യമില്ല. അവിടെ പോണത് വെറുതെ. അതിനേക്കാൾ വീട്ടിലിരിക്കാം. മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പോലീസുകാരെ അറിയിച്ചാണ് അവർ എല്ലാവരും കൂടെയാണ് ഇപ്പം ഇത് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് വേറെ ഒന്നുമില്ല. ഇവർ ഇത്രയും വിലയിട്ടെടുക്കട്ടെ. ഞാൻ ഇത് 10 വർഷമായി ഇവിടെ വന്നിട്ട്. 10 വർഷം കഴിഞ്ഞു. 10 വർഷമായി കച്ചവടം നടത്തുന്ന നിർധനരും ഒഴിപ്പിക്കലിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതേസമയം വൻ മാഫിയകളും കച്ചവടം നടത്തുന്നതായി ആരോപണമുണ്ട്. കച്ചവട സ്ഥാപനങ്ങൾ തെരഞ്ഞെടുത്ത ശേഷം കച്ചവടത്തിനായി വാടകയ്ക്ക് നൽകുന്നവരുമുണ്ടെന്ന് മുനിസിപ്പൽ അധികൃതർ പറഞ്ഞു. അമരവിള പഴയ പാലത്തിന് സമീപത്താണ് ഒഴിപ്പിച്ചവർക്ക് കച്ചവടം നടത്തുന്നതിന് മുനിസിപ്പാലിറ്റി ഇടം നൽകുന്നത്.